പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 നവംബർ മാസം 23 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് നടത്തിയത്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ സഭായോഗങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർത്തത് ഓർത്ത് കരമുയർത്തി പിടിച്ച് കർത്താവിന് സ്തോത്രം പറ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അമേൻ. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ആമേൻ ആമേൻ. ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ. ജയാളികളായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം. കൃപയ്ക്കായിട്ട് സ്തോത്രം. സങ്കീർത്തനക്കാരൻ എന്നാ പറയുന്നത്? സങ്കീർത്തനം പറയുന്നു ആമേൻ 149 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ആമേൻ ഭക്തന്മാരുടെ സഭയിൽ കർത്താവിൻ്റെ സ്തുതിയും പാടുവിൻ. അപ്പോൾ കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറയുക, ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറയുക. ഇന്ന് പകൽക്കാലം ഒരു പ്രൈസ് സാറ്റർഡേ ആക്കി മാറ്റും. രാവിലെ മുതൽ വൈകിട്ട് വരെ കർത്താവ് ചെയ്തത് ഓർത്തിട്ട്, പോയൊരാഴ്ച കർത്താവ് നടത്തിയതൊക്കെ ഒന്ന് ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുക. കർത്താവെ അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങളും, അങ്ങ് നടത്തിയ വിധങ്ങൾക്കും അങ്ങ് പരിപാലിച്ചതിനും ഒക്കെ ഞങ്ങൾ സ്തോത്രം പറയുന്നെന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ശനിയാഴ്ചയായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മനോഹരമായ സമയത്തിനായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പാ ഇന്ന് പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് തന്ന നല്ല സമയമാണല്ലോ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ച എല്ലാ ദിവസവും കൃത്യമായി ഞങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് കേൾക്കുവാൻ കർത്താവ് കൃപ തന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതിനുള്ള എല്ലാ റിസോഴ്സുകളും കഴിഞ്ഞ ആഴ്ച കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം കർത്താവെ. അതിനുള്ള ആരോഗ്യം തന്നതിന് സ്തോത്രം, അതിനുള്ള ഡിവൈസ് തന്നതിന് സ്തോത്രം. എല്ലാ കാര്യങ്ങളും കർത്താവെ കൃത്യമായി ക്രമീകരിച്ച് തന്ന് കഴിഞ്ഞ ആഴ്ച കൃത്യമായ മോർണിംഗ് മെസ്സേജുകൾ അയക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിന് സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ മക്കളെ ഓർത്ത് സ്തോത്രം. അവരുടെ സകല ആവശ്യങ്ങളിലും കഴിഞ്ഞ ആഴ്ച കർത്താവ് ഇടപെട്ടതിനായിട്ട് സ്തോത്രം. രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം. ആമേൻ. ആവശ്യമായ നന്മകളൊക്കെയും കൊടുത്ത് കഴിഞ്ഞ ആഴ്ചക്കാലം തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം 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 കർത്താവെ. അപ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ അസ്വസ്ഥതകൾ, രോഗശക്തികൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ അടിപ്പെടാനുള്ള സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവരുടെ ജീവിതത്തിൽ നിവൃത്തിയാകപ്പെടുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം തൻ്റെ മക്കളെ നടത്തുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതിരിക്കുന്നവരുണ്ടല്ലോ, കർത്താവ് വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ട്, അവർക്ക് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം. ഭവനത്തിനകത്ത് സന്തോഷവും സമാധാനവും യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ആരൊക്കെ ഇന്ന് പ്രഭാതത്തിൽ ഇത് കേൾക്കുന്നു, അവരുടെ വീടിനകത്ത് സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ നന്ദിയോടെ സ്തോത്രം. അതുകൂടാതെ കർത്താവെ പ്രത്യേകിച്ച് കർത്താവെ ആമേൻ വിരലുകൾ കുത്തിപ്പഴുത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ നാക്ക് നിറച്ച് അൾസർ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ഇന്നത്തെ പകൽക്കാലം നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദാസീദാസന്മാരെ അനുഗ്രഹിക്കണം. അതുപോലെ ആമേൻ അവരുടെ ആവശ്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ ഗ്രേസ്, സ്പെഷ്യൽ ഗ്രേസ് ഉണ്ടാകണം. കർത്താവിന് നന്ദി, കർത്താവിന് നന്ദി, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. എല്ലാ കാര്യങ്ങളും കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവിൻ്റെ ആത്മശക്തിയാൽ നിങ്ങളെ നിറച്ച് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന സങ്കീർത്തനങ്ങൾ 34:7. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ, കർത്താവിൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നമ്മുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്വർഗീയ പിതാവിൻ്റെ കോടിക്കണക്കിന് എണ്ണിക്കൂടാത്ത വണ്ണമുള്ള ദൂതന്മാർ എപ്പോഴും നമ്മളെ സഹായിക്കുവാനായി നമ്മളുടെ കൂടെയുണ്ട്. നമ്മളത് പലപ്പോഴും വിശ്വസിക്കാറില്ല, പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ എണ്ണിക്കൂടാതെ വണ്ണമുള്ള സ്വർഗീയ ദൂതന്മാരാണ് ദൈവമക്കളുടെ സംരക്ഷണത്തിനും സഹായത്തിനും, ഹല്ലേലൂയ സ്തോത്രം, ദൈവമക്കളുടെ അമേൻ ആവശ്യങ്ങൾക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉറപ്പുണ്ട്, ഏറ്റവും കുറഞ്ഞ 2 ദൂതനെങ്കിലും ഒരു ദൈവ പൈതലിൻ്റെ കൂടെയുണ്ട്. അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ കൂടെ ദൂതന്മാർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഈ അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വർഗീയ മാനിഫെസ്റ്റേഷൻസിൻ്റെ സമയമാണ്. അപ്പം ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാമെങ്കിൽ ഏഞ്ചലിക് വിസിറ്റേഷൻസുകളൊക്കെ ഉണ്ടാകും. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ആരംഭ പുസ്തകം മുതൽ, ഉൽപ്പത്തി മുതൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് പലയിടത്തും ദൂതന്മാരിറങ്ങി ഇടപെട്ട കാര്യങ്ങൾ നമുക്കറിയാം. ദൂതന്മാരിറങ്ങി സംസാരിക്കുന്നത് നമുക്കറിയാം, ദൂതന്മാരിറങ്ങി ആലോചനകൾ പറയുന്നത് നമുക്കറിയാം, ദൂതന്മാരിറങ്ങി വിടുവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിച്ചാട്ട്, നിങ്ങൾക്ക് ചുറ്റിലും ദൂതന്മാരുണ്ട്, നിങ്ങളുടെ വീടിന് ചുറ്റും ദൂതന്മാരുണ്ട്, നിങ്ങളുടെ യാത്രകളിൽ ദൂതന്മാർ നിങ്ങളെ സഹായിക്കും. ഇത് നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ ആധരങ്ങൾ കൊണ്ട് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലും ഏഞ്ചലിക് മിനിസ്ട്രികൾ ആക്ടിവേറ്റ് ആകും. ദൂതന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന 2 മെത്തേഡാണ്. ഒന്ന്, എങ്ങനെ ദൂതന്മാരെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുക. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം, ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും ആരുടെ കൂടെ ഇരിക്കുമ്പോഴും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ എപ്പോഴും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ഏഞ്ചൽസ് നമ്മുടെ കൂടെ ആക്റ്റീവായിരിക്കും. ഇപ്പം എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു, സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും എപ്പോഴും അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ പാട്ടുമൊക്കെ പാടി ദൈവത്തിന് മഹത്വമൊക്കെ കൊടുത്ത് സങ്കീർത്തനങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഓർത്തോണം, ഏഞ്ചൽസ് നമ്മളെ കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഏഞ്ചൽസിനെ ആക്ടിവേറ്റ് ചെയ്യുവാൻ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. 2 പറഞ്ഞാൽ ദൈവവചനത്തെ നമ്മുടെ ആധരത്തിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കുക. ഇപ്പോൾ ഇന്ന് വായിച്ച വാക്യം, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. ഈ വാക്യം നമ്മൾ പറയുക, യഹോവയുടെ ദൂതൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമിറങ്ങി എന്നെ വിടുവിക്കും. സങ്കീർത്തനം 34:7. ഇത് പറയുമ്പോൾ ദൈവത്തിന് ദൂതന്മാർ ആക്റ്റീവാകും. നമ്മൾ വാഹനത്തിനകത്തോട്ടിരുന്നിട്ട് പറയുക, ഒരനർത്ഥം എനിക്ക് ഭവിക്കത്തില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ കയറത്തില്ല, എൻ്റെ സകല വഴികളിലും എന്നെ സൂക്ഷിപ്പാൻ സ്വർഗീയ എൻ്റെ പിതാവ് ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കണം, നിങ്ങൾ ആ വാഹനവുമായിട്ട് ആ ദിവസം എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം ഓൾറെഡി ഏഞ്ചൽസ് അവിടെ എന്താ ചെയ്യുന്നത്, അവിടെ നിന്ന് കഴിഞ്ഞു തയ്യാറായി നിൽക്കുക. ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ നേതാവ്, ഒരു രാഷ്ട്ര നേതാവൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ നേതാവ് യാത്ര ചെയ്യുന്ന പാതകളിൽ അവർ മുന്നേ തീരുമാനിക്കും. എന്നിട്ട് അവിടെ എല്ലാം അവർ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്ത് വെക്കുന്നത് പോലെ ഒരു പ്രഭാതത്തിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വാഹനത്തിലോട്ട് എഴുന്നേറ്റ് പറയും, എൻ്റെ സകല വഴികളിലും എന്നെ സൂക്ഷിപ്പാൻ ദൂതന്മാർ റെഡിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ദിവസം രാവിലെ പോയി പുറത്ത് തിരിച്ചു വരുന്നത് വരെയുള്ള സകല പാതകളും സ്വർഗീയ സൈന്യത്തിൻ്റെ കൺട്രോളിലേക്കാകും. അപ്പോൾ ഏഞ്ചൽസിനെ ആക്ടിവേറ്റ് ചെയ്യുവാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന്, ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കും. ഈ പിറുപിറുപ്പും അസൂയ പറച്ചിലും നുണ പറച്ചിലും ഒക്കെ നിങ്ങളുടെ വീടിനകത്തുണ്ടെങ്കിൽ അവിടെ ദൂതനെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ്, മറ്റുള്ളവരെ വിമർശിച്ച്, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് അതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, ദൂതന് നമ്മുടെ കൂടെ സഹകരിക്കാൻ കഴിയത്തില്ല. അതുപോലെ ദൈവത്തിന് പ്രസാദമല്ലാത്ത പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ, വാച്ച് ചെയ്യുമ്പോൾ, കാണുമ്പോൾ, കേൾക്കുമ്പോൾ അപ്പോഴും ദൂതൻ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആക്റ്റീവ് ആകത്തില്ല. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കുക, ദൈവവചനത്തെ പ്രഖ്യാപിക്കുന്നവരായിരിക്കുക. ഏഞ്ചൽസിനെ കുറിച്ചൊക്കെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ നോക്കുക, എന്നിട്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുക. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഏഞ്ചലിക് മിനിസ്ട്രിയെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ദിവസങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഏഞ്ചൽസ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ. നിങ്ങൾ ഏഞ്ചൽസിനെ കാണുവാൻ ഈ ദിവസങ്ങളിൽ ഇടവരട്ടെ.
അവൻ ഏഞ്ചൽസിൻ്റെ സഹായം ലഭിച്ചു എന്നുള്ള ടെസ്റ്റുമണികൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഞാൻ യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ലൈഫിലേക്ക് ഏഞ്ചലിക് മിനിസ്ട്രിയെ ആക്ടിവേറ്റ് ചെയ്യുക. ഇവർ ദൂതന്മാരെ കാണട്ടെ, ഇവർ ദൂതന്മാരുടെ സംരക്ഷണം അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് സകല കാര്യങ്ങളിലും സഹായിക്കാൻ സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി നിൽക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.